രാജ്യസഭയിൽ സി സദാനന്ദൻ മാസ്റ്റർ തൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെടുത്തിയ CPM-നെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചത്. എന്തായാലും അത് CPM-ന് വലിയ പ്രഹരമായി മാറി. BJP സംസ്ഥാന സെക്രട്ടറി ശ്രീ K. രഞ്ജിത്ത് ഈ അവസരത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, സ്വാഗതം. സദാനന്ദൻ മാസ്റ്റർ ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് CPM-നെ സംബന്ധിച്ച് അവർക്ക് ഏറെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. കാരണം സദാനന്ദൻ മാസ്റ്ററെ നോമിനേറ്റ് ചെയ്തപ്പോൾ മുതൽ അവർ കൂടുതൽ അസ്വസ്ഥരായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം അത് വെറുമൊരു പ്രസംഗമായിരുന്നില്ല. ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്ന CPM അവരുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെടുത്തിയ കാര്യം അദ്ദേഹം തൻ്റെ പൊയ്ക്കാലുകൾ ഉയർത്തി വെച്ചാണ് രാജ്യസഭയ്ക്ക് മുമ്പാകെ പറഞ്ഞത്. ഏറെ വൈകാരികമായിരുന്നു ആ പ്രസംഗം. പക്ഷേ CPM-കാർ അതിൽ അസ്വസ്ഥരായി പ്രസംഗം തടസ്സപ്പെടുത്താൻ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ശ്രമിക്കുകയും ചെയ്തു. ശ്രീ K. രഞ്ജിത്ത്, എങ്ങനെ കാണുന്നു സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലെ വൈകാരികമായ ആ പ്രസംഗത്തെ? അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഇന്ന് രാജ്യസഭയിൽ ഉണ്ടായത്. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ മെമ്പർ ആക്കിയതിലൂടെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി എത്ര ഉയരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് ഞങ്ങളെ പോലത്തെ പ്രവർത്തകന്മാർ ചിന്തിച്ചു പോവുകയാണ്. കാരണം സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭാ ചുമതല, അതായത് രാജ്യസഭാ അംഗം, പ്രത്യേകിച്ച് കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ 87ഓളം വരുന്ന ബലിദാനികൾക്ക് വേണ്ടി സമർപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രസംഗവും. മാർക്സിസ്റ്റ് പാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ അർഹതയില്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ അവർ ബോധ്യപ്പെടുത്തിയതാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയുടെ രീതിയിലല്ല അവർ ഈ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും പ്രവർത്തിക്കുന്നത്. കാരണം ഒരു ഭീകര സംഘടനയെ പോലെയാണ് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വലിയൊരു ഉദാഹരണമാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ CPM-ന് സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു കേസിലും പ്രതിയായിരുന്നില്ല, അദ്ദേഹം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ സ്വതന്ത്ര സംഘത്തിൽ ആകൃതരായി. അദ്ദേഹം ഒരു SFIയുടെ പ്രവർത്തകനായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും രാഷ്ട്രീയ സ്വതന്ത്ര സംഘത്തെ കുറിച്ച് പഠിക്കുകയും ആ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും പിന്നീട് സംഘത്തിന്റെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. സംഘത്തിന്റെ ജില്ലാ സഹകാര്യവാഹ് എന്ന ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കല്യാണം പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് തിരുവച്ചാൽ ടൗണിൽ വെച്ച് അദ്ദേഹത്തിന് രണ്ട് കാലുകളും അറുത്തു മാറ്റിയത്. ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ ഒരു കത്തി കൊണ്ട് കുത്തിക്കൊല്ലാം, പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്നത് വരെ ഈ രണ്ട് കാലുകളും ഇല്ലാതെ ഈ സമൂഹത്തിൽ പിന്നീടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ചോദ്യചിഹ്നമായി സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ധീരതയാണ്. അദ്ദേഹം വളർന്നു വന്ന, അദ്ദേഹം പഠിച്ചു വന്ന രാഷ്ട്രീയ സ്വതന്ത്ര സംഘത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ആർജവും ധീരതയുമാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജ്യസഭയിൽ മറുപടി പറയാൻ തന്നെ അവസരം കിട്ടിയത് കേരളത്തിലെ BJP പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അഭിമാനകരമാണ്. അദ്ദേഹത്തിന്റെ പ്രസവവും അഭിമാനകരമാണ്. രണ്ട് പൊയ്ക്കാലുകൾ ഡെസ്കിന്റെ മുകളിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷെ നിങ്ങൾ നോക്കൂ, രണ്ട് കാലുകളും വെട്ടുമാറ്റിയ മനുഷ്യനോട് ഒരു സഹതാപവും CPM നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനാണ് ജോൺ ബ്രിട്ടാസിനെ പോലുള്ള CPM-ന്റെ നേതാക്കന്മാർ പാർലമെന്റിൽ കാണിച്ചിരിക്കുന്നത്. ഇത് സദാനന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ പ്രസംഗം രാജ്യത്താകമാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരതയെ ചൂണ്ടിക്കാണിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം പറയാനുള്ളത്. കാരണം ഇത്രയും ഭീകരമായ രീതിയിൽ ഒരു മനുഷ്യരോട് ഇത്രയും ഭീകരമായ രീതിയിൽ രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്നത്തെ പ്രസംഗം അദ്ദേഹത്തിന് രാജ്യത്തിന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനകരം തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇത്രയേറെ അസ്വസ്ഥമാക്കിയ ഒരു പ്രശ്നമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തെ എല്ലാം തന്നെ മൗനമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ്.
രണ്ട് പാർട്ടികൾക്കും വലിയൊരു അടിയാണ് അദ്ദേഹം രാജ്യസഭയിൽ ഇന്ന് നൽകിയത്. യെസ്, വൈകാരികമായി സംസാരിച്ച സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം CPM-നെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഈ മാനസിക പരിഗണന പോലും ഇല്ലാതെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ ഇന്ന് രാജ്യസഭയിൽ പെരുമാറിയത് എന്ന് അഭിപ്രായപ്പെടുകയാണ് BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത്. വളരെയധികം നന്ദി രഞ്ജിത്ത്.